അജ്മലിന്റെ theborderofamind.com എന്ന ബ്ലോഗിലെ ചിന്തകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. ഇത് അദ്ദേഹത്തിന്റെ ഡ്രിഫ്റ്റ് ജേർണീസ് ഓഫ് ദ മൈൻഡ് എന്ന സീരീസിന്റെ ഭാഗമാണല്ലോ. മനസ്സിന്റെ ഉള്ളറകളിലേക്കും അതിന്റെ സൂക്ഷ്മമായ ചലനങ്ങളിലേക്കുമുള്ള ഒരു യാത്ര. അതെ, വർഷങ്ങളായി അദ്ദേഹം വളർത്തിയെടുത്തൊരു പേഴ്സണൽ സ്പേസ് ആണത്. അദ്ദേഹത്തിന്റെ ചിന്തകൾ, ചില കണ്ടെത്തലുകൾ, അതൊക്കെ എഴുത്തിലൂടെയും പിന്നെ കലയിലൂടെയും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരിടം. ശരിയാ. അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് ബിയോണ്ട് അവർ ഓർബിറ്റ്സ്, അതായത് നമ്മുടെ ഭ്രമണപഥങ്ങൾക്കപ്പുറം എന്ന ആ ഒരു സമീപകാല പോസ്റ്റാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചിന്തയാണ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും. ലേഖനം തുടങ്ങുമ്പോൾ തന്നെ ഒരു അടിസ്ഥാനപരമായ കാര്യം പറയുന്നുണ്ട്, അല്ലെ? നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും അനുഭവിച്ചാലും നമുക്കൊരിക്കലും മുഴുവനായിട്ട് അറിയാൻ പറ്റാത്തൊരു വലിയ ലോകം എപ്പോഴും പുറത്തുണ്ടെന്നൊരു ഒരു തിരിച്ചറിവ്. ശരിയാണ്. നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങൾ, അല്ലെങ്കിൽ കേൾക്കാത്ത കഥകൾ. അതെ, നമ്മൾ തിരഞ്ഞെടുക്കാത്ത വഴികൾ. ഇപ്പോ നമ്മൾ ഒരിക്കലും കാണാത്തൊരു നാട്ടിൽ സൂര്യൻ ഉദിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്തൊരു ഭാഷയിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടാവാം. എന്തിന്? ഓർമ്മകളിൽ മാത്രം ജീവിക്കുന്ന ഒരു പഴയ പ്രണയത്തെക്കുറിച്ച് ഒരാളും നമ്മൾ അറിയാതെ ചിന്തിക്കുന്നുണ്ടാവാം. അതെ. എന്നാൽ അജ്മൽ പറയുന്നത് ഈ ഒരു വലിയ അറിവില്ലായ്മയിൽ ഒരു തരം സമാധാനമുണ്ടെന്നാണ്. അതെങ്ങനെയാണ്? കാരണം നമ്മുടെ ഈ ചെറിയ ലോകത്തിനുമപ്പുറം പ്രപഞ്ചം ഭയങ്കര വലുതാണെന്നുള്ളൊരു തിരിച്ചറിവ്, നമ്മളല്ല എല്ലാത്തിന്റെയും കേന്ദ്രം എന്ന ബോധ്യം. അത് ശരിയാണ്. കോടിക്കണക്കിന് കാര്യങ്ങൾ നമ്മൾ അറിയാതെ, നമ്മുടെ ഒരു സമ്മതവുമില്ലാതെ ചുറ്റും നടക്കുന്നുണ്ട്. അത് ഓർക്കുമ്പോ നമ്മളൊന്ന് ചെറുതാവുന്നില്ലേ? ഒരു വിനയം വരുന്നില്ലേ? ശരിയാണ്. വിനയം മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതൊരു തരം സ്വാതന്ത്ര്യം കൂടിയാണെന്ന്. സ്വാതന്ത്ര്യമോ? അതെങ്ങനെ? അതായത് എല്ലാം അറിയണം, എല്ലാം നിയന്ത്രിക്കണം എന്നൊരു ഭാരമുണ്ടല്ലോ നമ്മളെ, അതിൽ നിന്നൊരു മോചനം പോലെ. അദ്ദേഹം അതിൽ പറയുന്നുണ്ടല്ലോ, അയക്കാതെ വെച്ച കത്തുകൾ, അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളുടെ കൂടെ മണ്ണായി പോയ കഥകൾ, നമ്മൾ കാണാതെ പോകുന്ന എത്രയോ സൂര്യാസ്തമയങ്ങൾ, വായിക്കാത്ത പുസ്തകങ്ങൾ, അനുഭവിക്കാത്ത സ്നേഹഭാവങ്ങൾ. അതെ, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്രയും സാധ്യതകൾ. അത് അനന്തമാണ്. അതെ, ആ പരിമിതി അത് അംഗീകരിക്കുക എന്നത് പ്രധാനമാണ്. ശരിയാണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഈ വലിയ അജ്ഞാതമായ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെയുണ്ട്. അതെ, ഈ ജീവിതം, ഈ ശരീരത്തിൽ, ഈ നിമിഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയാണ്. നമുക്ക് നടക്കാൻ ഒരു വഴിയേ തന്നിട്ടുള്ളൂ. പക്ഷെ ആ വഴിയിൽ തന്നെ കാണാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അനന്തമായ സാധ്യതകളുണ്ട്. അപ്പോ ലക്ഷ്യമെന്നത് എല്ലാം അറിയുക എന്നതല്ല, അത് നടക്കുകയുമില്ലല്ലോ. ഇല്ല. ഒരുപക്ഷെ ആ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരത്ഭുതം, അത് മനസ്സിൽ സൂക്ഷിക്കുക എന്നതാണോ പ്രധാനം? നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിനെ ഒരു ആദരവോടെ നോക്കിക്കാണുക. അതെ, അതാണ് എനിക്കും തോന്നുന്നത്. അതാണ് അതിന്റെ കാതല്. ആ ഒരു രഹസ്യാത്മകതയെ, അതിനെ അംഗീകരിക്കുക. പുറത്തുള്ള ആ വലിയ ലോകത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ഈ ചെറിയ പക്ഷെ അർത്ഥവത്തായ അനുഭവങ്ങളുടെ മൂല്യം തിരിച്ചറിയുക. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. അതെ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ ആ വലിയ, നമുക്ക് മുഴുവൻ അറിയാൻ പറ്റാത്ത പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ മനോഭാവമായിരിക്കും. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഈ പരിമിതികളെക്കുറിച്ചുള്ള ബോധ്യം, അതും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നിമിഷത്തെ, ഈ ജീവിതത്തെ വിലമതിക്കുന്നതും തമ്മിൽ എങ്ങനെ ഒരു ബാലൻസ് കണ്ടെത്താം? ശരിയാണ്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയും എങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റും? അതെ. ഒരുപക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളോടുള്ള ഒരു ചോദ്യമായിട്ടെടുക്കാം. നിങ്ങൾക്ക് ഒരിക്കലും എല്ലാം അറിയാൻ കഴിയില്ല എന്ന തിരിച്ചറിവ്, അത് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തെയും ഈ നിമിഷങ്ങളെയും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കാനും വിലമതിക്കാനും നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കുക? നല്ല ചോദ്യമാണ്. ആ ഒരു കാഴ്ചപ്പാടിലൂടെ ചുറ്റുമുള്ളതിനെ നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ആലോചിക്കേണ്ട ഒരു കാര്യമാണത്. അജ്മലിന്റെ ഈ ചിന്തകളും അദ്ദേഹത്തിന്റെ കലയുമൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ theborderofamind.com സന്ദർശിക്കാം. തീർച്ചയായും. ഈ ലേഖനം ബിയോണ്ട് അവർ ഓർബിറ്റ്സ്, അദ്ദേഹത്തിന്റെ ഡ്രിഫ്റ്റ് ജേർണീസ് ഓഫ് ദ മൈൻഡ് സീരീസിലെ ഒന്ന് മാത്രമാണ്. ഇനിയും വരാനുണ്ട്. അതെ, ഈ ചിന്തായാത്രയിലെ അടുത്ത ചർച്ചകൾക്കായി കാത്തിരിക്കുക.